വേറെ ഒരു പടം ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ച ഒരു പടം. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കുക ചെയ്തു. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. ഞാൻ ഭയങ്കര സത്യസന്ധതയാണ്. ആരാ റൊമാൻറ്റിക്? ആരില്ല. ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കുട്ടി വരെ എത്തി. ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. ഞാൻ ഒരാളെ കെട്ടണം. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇത് എഡിറ്റ് ചെയ്ത് മനസ്സിന് സ്ഥിരതയില്ല. ആരുടെ വീട്ടിലെ പേരാണെന്ന് ആഗ്രഹം. ഉമ്മി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് അല്ലേ? ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കെല്ലാം വയസ്സായി പോയില്ലേ? ഇതെല്ലാം ഒന്ന് എഴുതി. ഇതൊക്കെ കമന്റ്സ് നോക്കുമ്പോ ഒട്ടും നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അയ്യോ, അതെല്ലാരും പറയും. അമ്മ ഒന്നും നമ്മുടെ വൈബ് ഈ രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടല്ല. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നത് അതോടെ ഇഷ്ടല്ല. ഇഡ്ലി കൂടെ വെച്ച് തന്നിട്ടില്ല ഇതുവരെ. ഒരു ദിവസം ജീവിച്ചു നോക്കിയാലാണ് അവർക്കറിയാം. ഈ കാർ പാർക്ക് ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. നാട്ടുകാര് കേട്ടിട്ട് അവര് അവരുടെ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറു ജോലിക്ക് പോരാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടുകാര് കേട്ടാ എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് അപ്പൊ അങ്ങനത്തെ ആയിട്ടല്ല. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു. വളരെ നന്ദി. കഴിഞ്ഞിട്ടില്ല. ഇന്ന് എന്റെ എപ്പിസോഡിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള 2 വ്യക്തികളാണ് വിഷു സ്പെഷ്യലിന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള 2 വ്യക്തികളാണ്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ബിന്നി മാം ആൻഡ് ശിവാങ്കി. വണക്കം, നമസ്തേ. നമസ്കാരം. ചേച്ചി വിഷു ചേച്ചിയല്ല, കെന്നയാ. അല്ല ചേച്ചി, അമ്മല പറഞ്ഞ ചേച്ചി. അല്ല ചേച്ചിയല്ല, ഞാൻ പറഞ്ഞില്ല നിന്റെ വയസ്സ് തന്നെയാന്ന്. കെന്ന വന്ന് വിഷുവിന് മാത്രല്ല അവിടുത്തെ തമിഴ് ന്യൂ ഇയറിനും ചേർത്താണ് വന്നിരിക്കുന്നത്. എന്താ സെയിം ഡേ വിഷുവും തമിഴ് ന്യൂ ഇയറും. എനിക്കതറിയില്ല. ആണോ? ഓ, ആ ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പൊ 2 ദിവസം സ്പെഷ്യൽ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് 2 പേർക്കും, ഈ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും. സെയിം ടു യു. അതെ, ഞാൻ ഒരുപാട് എന്താ പറയാ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തികളിൽ ഒന്നാട്ടോ ശിവാങ്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിയത്തില്ല, എന്തോ ഇഷ്ടമാണ് ശിവാങ്കി. ഞാൻ ആദ്യമായിട്ട് ഈ കുക്ക് വിത്ത് കോമാളി ഞാൻ കാണാറില്ല, ഇതിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ റീൽസ് വരൂലോ, അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് ഏതാ ഈ കുട്ടി, ഇങ്ങനെ കൊറേ റീൽസ് ചുമ്മാ സജഷനിൽ കേറി വരും നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ. അങ്ങനെ ഞാൻ തപ്പി പിടിച്ചെടുത്തപ്പോ പിന്നീട് എനിക്ക് ഇഷ്ടായി. സംസാരം കൊണ്ടൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു രസം, ഭയങ്കര ഒരു ഭംഗി കാണാനും കേൾക്കാനും. പ്രായത്തിന്റെ മെച്ചൂരിറ്റി ഇല്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ അമ്മാണ് അത് പറയുന്ന. അമ്മന് 50 വയസ്സായ ഒരു മെച്ചൂരിറ്റി കൂടെ ഇല്ല. ഈ അമ്മനെ കൂട്ടിട്ട് ഒരു 50 വയസ്സായല്ലേ, പക്ഷെ സ്റ്റിൽ സോ യങ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ അമ്മ ശരിയില്ല. ഈ അമ്മന് 50 വയസ്സായി. ഓസ്ട്രേലിയയില് വന്ന് എന്നെ അലവിട്ട് അതിന് പേരെന്താ? അലവിട്ട് മലയാളം എന്താ? അലറി. അല്ലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലയെ വിട്ടെന്ന് പറഞ്ഞാ എന്നെ അലവിട്ട് കഷ്ടപ്പെടുത്തിയിരുന്നു ഞാൻ അവളെ. അമ്മാണ് എന്നെ നോക്കാൻ വന്നെ, പക്ഷെ ഞാൻ അമ്മനെ നോക്കേണ്ടി വന്നു. അയ്യോ, ഒന്നും പറയണ്ട. അതെ, എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. റൂമിൽ പോയ കീ മാത്രല്ല എല്ലാத்தைയും ഇങ്ങനെ വിട്ടിട്ട്. അല്ലല്ല, ഇത്തവണ കീ നഷ്ടപ്പെട്ടു പോയി. കീ നഷ്ടപ്പെട്ടു പോയതും പോരാ, ഞാന് ശരി എങ്ങനെയെങ്കിലും അവിടെ പോയി താഴെ പ്ലീസ് ഈ റൂമിന്റെ കീ എന്ന് ചോദിച്ചാ, ഇവളുണ്ടല്ലോ, ഇവളവിടെ ചെന്ന് എന്താ ഇനി ഫീ ഉണ്ടോ കീ തുളഞ്ഞു പോയതിനൊന്നും ഇവള്. അവരാണെങ്കിൽ അടുത്ത കീ ഓക്കെ എന്ന് പറഞ്ഞ് എടുത്ത് തരാൻ നിൽക്കുമ്പോ ഇവള് എന്താണ് പണിഷ്മെന്റ്, എന്താണ് ഞാൻ കുറച്ച് ഇതാണ് നേർമ. നീ സാരില്ല, നീ ഇഷ്ടമുള്ള നേർമയാണ്. അതാണ് എല്ലാരും ശിവാങ്കിനെ കുറിച്ച് പറയുന്നത്. ഭയങ്കര ജെന്യൂൻ ആണ്. ഞാൻ ഈ വരുന്നതിന് മുന്നേ കുറെ വീഡിയോസ് തമിഴ് മലയാളത്തിലൊക്കെ കണ്ടപ്പോ കമന്റ്സ് നോക്കുമ്പോ ഒട്ടും നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അയ്യോ, അല്ല, ഞാൻ നല്ല അർത്ഥത്തിലാട്ടോ. ഇല്ല,
അത് ഇവിടെ എന്നെ ഒരു നല്ല അർത്ഥത്തിലാ പറഞ്ഞെ. പക്ഷെ കാണുന്നവര് നല്ല അർത്ഥത്തില് കാണണമെന്നില്ല. അതല്ലേ ഇങ്ങനെ ഒരു മോളെ ഇവിടെ കിട്ടി, വീട് സ്വർഗം പോലെയല്ലേ. എന്റെ മോനെ ഇവിടെ വന്ന് താമസിക്കണവർക്കറിയാം. ഈ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ പലരും കുക്ക് വിത്ത് കോമാളി ഒന്നും കണ്ടിട്ടില്ല, ഈ ഇന്റർവ്യൂസ് കണ്ട് കുറെ പേര് ഫാൻസ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോളെ കിട്ടണെങ്കിൽ ഈ വീട് തന്നെ എന്ത് രസമാണ്, സ്വർഗം പോലത്തെ ഒരു വീടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ആക്ച്വലി ഞാൻ ഓപ്പോസിറ്റ് ആണ്. ഞാൻ വീട്ടില് സൈലന്റ് സൈലന്റ് ആണോ? എന്റെ മുറിയെ വിട്ട് ഞാൻ വെളി വരവില്ല. അതായത് ഞങ്ങള് തോണ്ടാൻ പോവാറില്ല, സംസാരിച്ച് കഴിഞ്ഞ ചിലപ്പോ ഈ ഇവിടെ വില്ല മുഴുവൻ കേൾക്കും. എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്നോന്ന് വെച്ചോ, അവളുടെ അടുത്ത് നിൽക്കാൻ പറ്റൂല. പിന്നെ അതെ, ഹൈ ഇപ്പൊ ഈ പിച്ചിന്റെ ഒരു 4 ഇരട്ടി ഹൈയിലങ്ങ് സംസാരിക്കും. നമുക്ക് നാണമാകും. കാരണം എല്ലാവരും കേക്കും. ഈ കുട്ടിക്ക് എല്ലാരും കേൾക്കുന്നു എന്നൊരു നാണമൊന്നുമില്ല. അത് എന്താന്നറിയോ, അത് വന്ന് എനിക്ക് എന്റെ പോയിന്റ് ഞാൻ സ്പഷ്ടമാക്കണം. അത് വിട്ടിട്ട് നമ്മളിപ്പോ ഒരു പോയിന്റ് അപ്പൊ ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചാണ് ആ പോയിന്റ് എന്നെ പുറത്ത് എനിക്ക് രജിസ്റ്റർ ആവുള്ളൂ. അത് രജിസ്റ്റർ ആയില്ലെങ്കിൽ എനിക്ക് ആ 10 ദിവസം അതിനെ ഞാൻ ഓവർ തിങ്ക് ചെയ്യും. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒച്ചയില് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ പ്രോബ്ലം. ഈ നാട്ടുകാര് കേട്ടിട്ട് അവരുടെ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറു ജോലിക്ക് പോരാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടുകാര് കേട്ടാ എനിക്ക് കുഴപ്പമില്ല. അതാണ് നമ്മളൊരു സെയിം വൈബാന്ന് തോന്നുന്നല്ലേ. പക്ഷേ നമുക്കൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടല്ലോ. എനിക്കതൊന്നുമില്ല. ഈ നാണക്കേട് ഈ വേൾഡിൽ ജീവിക്കാൻ പറ്റില്ല. എന്താ പറയാ, നമുക്ക് ഒരു മിനിമം നമ്മള് ബാക്കിയുള്ളവരെ സമൂഹത്തിനെ റെസ്പെക്ട് ചെയ്യണല്ലോ. നമ്മള് സൗണ്ട് എടുക്കുമ്പോഴും എല്ലാം അക്കം പക്കത്തുള്ളവർക്കൊന്നും കേൾക്കാൻ അങ്ങനെ നമ്മൾ കറക്റ്റ് പ്ലേസിലല്ല ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് വേണല്ലേ പറഞ്ഞോട്ടോ, കുഴപ്പമില്ല. നല്ല ഉറപ്പുള്ള എന്താ പറയുക എയർ ടൈറ്റ് ഡോഴ്സ് ആണ്. ഒറ്റൊന്നും വെളിയിൽ പോകത്തില്ല. ഓ ഞാനോടത്തെ വില്ലാന്ന് പറയുമ്പോഴത്തേനും നമ്മളൊന്ന് ചുമച്ച അപ്പുറത്ത് കേൾക്കൂല. എന്താ അറിയോ ഇത് ഒരു ഐറണി. ഞാൻ അമ്മയും കൂടെ പോവും. ഫസ്റ്റ് തിരിച്ചറിയുന്നത് അമ്മേനെ. അതും അമ്മ എന്ന് പറയില്ല, ശിവാങ്കി അമ്മ എന്ന് പറയും. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, ശിവാങ്കി അവിടെ വന്നില്ലേന്ന് ചെയ്യും. ഇവളെന്താ പറയാമോ, ഇവള് വെളിയിൽ ഇറങ്ങുമ്പോ കണ്ണെഴുതില്ല, ഒരു മേക്കപ്പ് ഇല്ല, ഒരു പൊട്ട് കമ്മല് പോലും ഇടില്ല, പൊട്ടില്ല, ഒന്നുമില്ല. ഒരു തലയെ കെട്ടി സ്പീഡിൽ പോകും. ആർക്കും അങ്ങനെ എളുപ്പം നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സ്പീഡിൽ അവരെ പോകുന്നു. പക്ഷെ ഞാൻ ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. അത് ഞാൻ കണ്ടു. പനി പിടിച്ച് കിടന്നാലും കണ്ണ് അത് ഞാനും യോജിക്കുന്നു ചെറുതായിട്ട്. ഞാൻ കുറച്ച് ഓപ്പോസിറ്റ്. ഈ വിഷയത്തിൽ ഞങ്ങൾ കണ്ണെല്ലാം ഇതിട്ട് പോണ കണ്ണ് എരിയൂലേ, അത് നമ്മുടെ സന്തോഷമാ. അത് ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നെ കാണുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണെന്നാണ് എന്റെ വിചാരം. എനിക്ക് കണ്ണ് എഴുതണമെന്നൊന്നും ആവശ്യമില്ല. കണ്ണ് എഴുതാതെ ഞാൻ ഭംഗിയാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം കേട്ടോ. നമുക്ക് ആ കോൺഫിഡൻസ് എനിക്ക് ഒട്ടുമില്ല. എനിക്ക് എന്നെ കണ്ണൊന്നും എഴുതാതെ ലിപ്സ്റ്റിക് ഇടാതെ കണ്ട ഇതെന്ത് കൊരങ്ങി നമുക്കങ്ങനെ എച്ചേ എന്ന് തോന്നും. എന്നിട്ട് ഉടനെ തന്നെ എനിക്ക് ചിലപ്പോ പനി പിടിച്ച് 105 കടന്നാലും ഉടനെ കണ്ണൊക്കെ എഴുതി നോക്കുമ്പോ ഒരു ഇച്ചിരി സമാധാനം. നാട്ടുകാർക്ക് എങ്ങനെയാന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ സ്വന്തം സന്തോഷമല്ലേ ആദ്യം എന്നെ നോക്കുന്നത്. അതുകൊണ്ട് അപ്പൊ എന്റെ കണ്ണ് വെച്ച് എല്ലാരും കണ്ണ് കാണുമ്പോ കണ്ടുപിടിക്കും. എന്നിട്ട് ശിവാങ്കിയോട് അപ്പൊ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും. ശിവാങ്കി അമ്മ കൂടെ നാഗപ്പോടെ ഇവള് ഒരു എക്സിബിഷന് പോയപ്പോ ഇവള് മാസ്ക് വെച്ചിട്ടുണ്ട്. ഇവളുടെ കയ്യില് ഫോട്ടോ എടുക്കും. ഇവള് എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞു. അവര് ശിവാങ്കി അമ്മ എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കണം, പക്ഷെ ഇവള് കൂടെ. അപ്പൊ ഞാൻ പറയാം, കണ്ടാ നീ ഒരു കണ്ണില്ല. പിന്നെ എന്റെ മൂഞ്ചി മാറി. മൂഞ്ചി മാറിയെന്ന് വെച്ചാ എന്താ? മുഖം മാറി. ഓക്കെ, എന്നെ പെട്ടെന്ന് ചിരിച്ചപ്പോഴേ. മൂഞ്ചി എന്ന് പറഞ്ഞാൽ തമിഴില് ഫേസ്. ഓക്കെ, ഫേസ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ? അല്ല, ഞാനാണ് അങ്ങനെ ഞാൻ പറയാൻ പറ്റില്ല. പോസിറ്റീവ് ആണ് വെളിയില്. ഞാന് എന്നെ എല്ലാരും വഴക്ക് പറയുന്നത് ഞാൻ ഭയങ്കര സത്യസന്ധതയാണെന്ന്. ആദ്യമായിട്ട് ഒരു സത്യസന്ധതയ്ക്ക് ഇത്രയും വഴക്ക്. ശിവാങ്കി അപ്പൊ അത് മോളിൽ വന്നിപ്പോ പറഞ്ഞിട്ട് പോയി സത്യസന്ധത. അല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും ഓപ്പണാ പറയും. ഒരു കുന്തം മനസ്സിലില്ല ഇവള്, എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ നാണിപ്പിക്കുന്നേ. എന്റെ ഒരു കസിൻ പറഞ്ഞു, ചേച്ചി ഇനി ഇവളുടെ കൂടെ ഇന്റർവ്യൂവിന് പോയിരിക്കരുത് കേട്ടോ, ഇത്രയും നാണം കെട്ടു ഇനി.
എന്താ പോസിറ്റീവ് ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. ഓക്കെ, മനസ്സിലാതുണ്ടെങ്കിലും പ്രകടിപ്പിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂർഡ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലേ? ഞാൻ നോക്കിയിട്ട് ഇവള് എന്നെക്കാളും പോസിറ്റീവാ. അവളുടെ അപ്പ ഇത് വയസ്സ് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അതെന്നുവെച്ചാ ഈ വയസ്സ് അങ്ങനെയാണ്. മലയാളം ഞാനടുത്ത തമിഴിനി വല്ല വേറെ അർത്ഥാണോന്ന്. അതല്ല, ഈ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ശിവാംഗിനെ പോലെ മോളെ കിട്ടണം എന്ന് കൂടി, ശിവാംഗിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ, ഇപ്പൊ ബിന്നി ചേച്ചി ഇത്രയും സപ്പോർട്ടീവ്, ഇത്ര നല്ല എന്താ പറയാ ഒരു ഫ്രണ്ട് വൈബ് പോലെ തോന്നിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അമ്മേനെ ഞങ്ങൾക്കും കിട്ടിയിരുന്നു എല്ലാരും പറയും. പക്ഷെ ഒരു ദിവസം ജീവിച്ചു നോക്കിയാലാണ് അവർക്കറിയാം. അയ്യേ, പിന്നെ പാവല്ലേ. എന്തുവാടി എനിക്ക് കുഴപ്പം? ഇല്ല, കുഴപ്പമില്ല, ജാലിയായ അമ്മയാ. പക്ഷെ എന്തോ എനിക്ക് കുഴപ്പം. പോരട്ടെ, എന്നെ പോലെ ഒരു അമ്മ കിട്ടാൻ എനിക്ക് കൺഫേം, അമ്മനെ പോലെ ഒരു അമ്മയെ കിട്ടാൻ നല്ലൊരു ഭാഗ്യവതി ആയിരിക്കണം. നല്ല എന്താ ചിരിക്കണം, അമ്മ തന്നെ ചിരിക്കുന്നു. നല്ലൊരു ഭാഗ്യവതി ആയിരിക്കണം, ഇതായിരിക്കണം. പക്ഷെ എന്താന്നറിയോ, ഞാനും അമ്മയും സെയിം ക്യാരക്ടർ. അപ്പൊ എന്താ മാഗ്നറ്റ് ഇരിക്കുന്നു അല്ലേ, ഒരേ സൈഡ് വെച്ചാ ഇങ്ങനെ പോലെ, അതുപോലെ അടിക്കടി നമ്മൾ രണ്ടുപേർക്കും ആവും. ഓ, എപ്പോഴൊക്കെ ആയിരിക്കുന്നേ? ഇപ്പോഴും റീസെന്റ് ഞങ്ങൾ ഒരുമിച്ചാ ട്രാവൽ ചെയ്യണേ. ജാളി അല്ലേ, എല്ലാ ജാളി. ഞങ്ങൾ ഒരേ നക്ഷത്രവാ, സെയിം സ്റ്റാർ ആണ്. ഓക്കെ, അല്ല ഒരേ ക്യാരക്ടർ അച്ചസല്. ഇപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ, ഒരു വോയിസ്, എന്നിട്ട് ക്യാരക്ടർ, എന്നിട്ട് എല്ലാമേ 80% അമ്മ, മിച്ച ഒരു പാവം വേറെ വഴിയിലുണ്ട് അപ്പ പോലെ ഒരു 20%. എനിക്ക് അത് ഫുൾ ഒരേ ക്യാരക്ടറാ. കണ്ട ചില സമയം എനിക്ക് കുറച്ച് സൈലൻസ് വേണം. ഓക്കെ, അപ്പൊ അപ്പമാര് ഇങ്ങനെ 20% കിട്ടിയോണ്ട് ഭാഗ്യല്ലേ, 100% ഞാൻ ആയിപ്പോയി. അല്ല, എനിക്ക് തോന്നുന്നു ഇവള് 40% അപ്പായും ഒരു 50% അങ്ങനെ. കാരണം ഇവളുടെ പ്രായത്തില് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? ഓ, ഞാൻ എന്തെല്ലാം പണി ചെയ്യുമായിരുന്നു. ഇഡലിയോ? അപ്പൊ നീ കൊച്ചിലെ കഴിച്ച ഇഡലിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. അത് കൂടെ എനിക്ക് എന്റെ അമ്മ കാണുമ്പോ ഒരുമാതിരി പാവമാണ്ടാവും. എന്തിനാ അമ്മ വന്ന് നമ്മുടെ വൈബ്, ഈ രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടല്ല. രാവിലെ അതോ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അതോടെ ഇഷ്ടല്ല. ഇവർക്ക് എന്താ തലയിൽ കെട്ടി കൊടുക്കുന്നതെന്ന് ആലോചിക്കും. എന്നിട്ട് ഡെയിലി വേറെ വഴിയില്ലാണ്ട് ആ ബൂസ്റ്റ് കുടിക്കുമ്പോഴേ ഞാൻ ഛർദിച്ചിട്ടാ പോകുന്നത്. എന്തിനാ അത്ര ഫോഴ്സ് ചെയ്യും ബൂസ്റ്റ്. എനിക്ക് പാല് ആവൂല അത്ര. ഞാൻ പത്രമായിട്ട് ഞാൻ പറയാം, എനിക്ക് പാലുണ്ടാക്കല്ലേ. ചെറിയ വയസ്സിൽ വന്ന് ആ പാല് വന്ന് തിരിച്ച് തീറ്റി, അത് ദമ്മാത്തോണ്ട് പാലല്ല, ഇത്ര വലിയ പാല്. സ്കൂളിൽ പോയി വാന്തി വന്ന് എനിക്ക് വന്ന് അത് ശബ്ദിച്ചിട്ടുണ്ടോ? എനിക്കത് അറിയില്ലായിരുന്നു സ്കൂളില്. പിന്നെ പാവം കൊച്ചു മനസ്സിൽ ആ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. വേറെ വഴി ഇല്ലാണ്ട് തൈര് സാധനം ഉണ്ടാക്കി തരാം. എല്ലാവരുടെ അമ്മമാര് വന്ന് ലെമൺ ജ്യൂസ്, ലെമൺ റൈസ്. അതും എന്റെ സ്കൂള് വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ കൂടെ അല്ല, 5 മിനിറ്റ്. അപ്പൊ കൂടെ അമ്മ എല്ലാരും വന്ന് വീട്ടിൽ വന്ന് സ്കൂളിൽ വന്ന് ലഞ്ച് ടൈമിൽ വന്ന് ഇത് തരും. ഫ്രഷ് ഫ്രൈഡ് റൈസ്, പനീർ, ചപ്പാത്തി, ഗ്രേവി, എന്നിട്ട് പുളിയോദര, ഇതൊക്കെ ഉണ്ടാക്കിയത്. അതൊന്നും ഒരു ടേസ്റ്റും കാണില്ല. അതൊക്കെ ടേസ്റ്റ് വേണ്ടേ? പക്ഷെ ഈ അമ്മ ഇരിക്കുന്നു അല്ലേ, രാവിലെ വേറെ വഴിയില്ലാണ്ട് അതോ തൈര് സാധനം ഓപ്പൺ, ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്താ ചോറ് മാത്രം ഉണ്ടാവില്ല, തൈരില്ല എവിടെയോ പറന്നുപോയി. തൈര് വന്ന് ഇതായി പോയി, അതിന് പേരെന്താ ഡ്രൈ ആയിപ്പോയി. എനി കമന്റ്സ്? വെറുതെ അല്ല ഈ പിള്ളേര് എന്നെ കാണുമ്പോ വരണത്. സ്കൂൾ വിട്ട് വരുമ്പോ സാധാരണ ഇവരിപ്പോഴാണെങ്കിൽ മനസ്സിലായത്, ഞാൻ വരേണ്ടി വന്നല്ലേ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ. ശിവാംഗിക്ക് എങ്ങനെ കുക്കിംഗ് ഇപ്പൊ ഫ്യൂച്ചറിൽ ഇപ്പൊ ഇമാജിൻ ചെയ്യാ, എനിക്കൊരു കുട്ടി ഉണ്ടായാ ഞാൻ കണ്ടിപ്പാ ആ കുട്ടിയുടെ സ്കൂൾക്ക് ഞാൻ ആ കുക്ക് ചെയ്യും. ഓ, അതൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നത്. നീ രാവിലെ 5:30 എഴുന്നേക്കണം. നീ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, 5:30 എണീക്കണം. കൂടെ ഒരു ചേച്ചിനെ ഞാൻ നിർത്തും. പറയാനുണ്ട്, കുട്ടിക്ക് പറയാനുണ്ട് എന്തോ. കൂടെ ഒരു ചേച്ചിനെ നിർത്തും, പക്ഷെ ഞാൻ ഉണ്ടാക്കുള്ളൂ.
ഇൻ കേസ് അഞ്ചരക്കൊക്കെ എനിക്കെങ്കിൽ ഒന്ന് വിളിക്കാനൊക്കെ ഒരു ചേച്ചി നല്ലതാ അല്ലെ, സഹായിക്കാനൊക്കെ. അതിന് പകരം ഇപ്പൊ പക്ഷെ ഓൾസോ എന്റെ കുട്ടീനെ ഞാൻ ആ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വരും. എന്റെ കുട്ടിയുടെ ഓപ്പൺ ഡേക്ക് ഞാനേ പോകുള്ളൂ. ഇതെല്ലാം ഒന്ന് എഴുതി വെച്ചൊക്കെ ശിവാംഗിക്ക് ഇപ്പൊ തിരക്കോട് തിരക്കാണല്ലോ. ഇപ്പൊ ബാൻഡ് ഉണ്ട്, കോൺസേർട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഭയങ്കര തിരക്കാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ആ കുട്ടി ഉണ്ടായി കഴിയുമ്പോ ഒന്ന് പറഞ്ഞിട്ടോ. ഞാൻ എന്റെ കുട്ടീനെ കൂട്ടിട്ട് പോകും. കുട്ടീനെ കൂട്ടിട്ടോ ക്ലാസ് പോയാലും കുഴപ്പമില്ല. ക്ലാസ്സാ കുട്ടിയുടെ ക്ലാസ്. കല്യാണത്തിന് ചെറുക്കം പോലും ആയിട്ടില്ല. ഹസ്ബൻഡിന്റെ കൂടെ ബാലൻസ് ചെയ്യും. ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കുട്ടി വരെ എത്തി. ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. അപ്പാ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്റെ ദൈവമേ. എന്തുവാടി നീ പറയുന്നത്? അതും മലയാളത്തില്. ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെയുള്ളവർ അത് അറിയാന്ന് പറയാം. അല്ല കുട്ടി ഇങ്ങനെ ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. ദൈവം അങ്ങനെ ഇങ്ങോട്ട് ചാടി വീഴല്ലേ. അല്ലേ അടിക്കടി ഡെയിലി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവാ നെഗറ്റീവാ, ഡെയിലി ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഒരു ദിവസം ഈ കല്യാണം ചെയ്താലേ അയ്യോ ജീവിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ കല്യാണമൊക്കെ ചെയ്താൽ അത്ര നന്നായിരിക്കില്ലേ. നെക്സ്റ്റ് അയ്യോ കല്യാണമായി കുട്ടി വേണ്ട എന്ന്, നെക്സ്റ്റ് കല്യാണം വേണം കുട്ടി വേണം എന്നിട്ട് ആലോചിക്കും കല്യാണം വേണ്ട കുട്ടി മാത്രം മതി. അത് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ നോക്കാം എന്താന്ന് നോക്കാം. പക്ഷെ ശിവാംഗി പ്രായത്തിന്റെ കോളാറാ. ഇനിയിപ്പം എത്ര വയസ്സിലെ കെട്ടിച്ചു വിടാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇപ്പൊ കെട്ടിച്ചു വിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് എനിക്ക് പീഡിയാട്രീഷ്യനെ ഡോക്ടറിനെയാണ് ആലോചിക്കുന്നത്. അല്ല, നോക്കുന്ന ആൾക്കാരും ഇപ്പൊ ഏതൊരു പിള്ളേരുടെ സ്വഭാവം, പിള്ളേരെ മാനേജ് പീഡിയാട്രീഷ്യൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആരെങ്കിലും ഇത് അവരാവുമ്പോ സ്റ്റെതസ്കോപ്പില് അമ്മയുടെ ആഗ്രഹമല്ല എന്നെ ഒന്ന് തിരിക്കുന്നു എന്റെ മോള്. അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്നു. പീഡിയാട്രീഷ്യൻ സൂപ്പർ, നല്ലത്. പക്ഷേ അവർ കൊച്ചിയിലെ നോക്കുന്ന പോലെ അവരുടെ സ്വന്തം ഭാര്യയെ നോക്കണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. എനിക്ക് ഡോക്ടർ, എഞ്ചിനീയർ എതുമേ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഫീൽഡിലെ ഒരാൾ പൈലറ്റ് എനിക്ക് വേണ്ട. പൈലറ്റ് പാതി ദിവസം വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ടാ ഫ്രീ ആയിട്ട് പറക്കാലോ. ഫ്രീ ആയിട്ട് പറക്കാൻ ഞാൻ ഒരാളെ കെട്ടണം. അപ്പൊ ഞാൻ ഡോക്ടറെ കെട്ടിയാട്ടെ ഫ്രീ ആയിട്ട് ചികിത്സിക്കാവേ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇത് എഡിറ്റ് ചെയ്താൽ ഓക്കേ. അപ്പൊ പാട്ടുകാരനെയാണ് വേണ്ടത്. എന്റെ ഫീൽഡ് മതി. കാരണം അവളുടെ അപ്പായും അമ്മയും അവള് കണ്ടോണ്ടിരിക്കില്ല, വഴക്കൊന്നും കൂടാതെ. ഞങ്ങള് 26 വർഷമായി, നല്ല ജീവിതം. ലവ്ലി കപ്പിൾസ് അല്ലേ? സച്ച് ലവ്ലി കപ്പിൾസ്. സത്യം പറയൂ, സത്യം. ആരാ റൊമാൻറ്റിക്? ആരുമില്ല. ഇല്ലേ? ചേച്ചി റൊമാൻറ്റിക് ആകാൻ സാധ്യതയുണ്ടല്ലോ. ആര്? അല്ല, അത് ഇവക്കറിയില്ലല്ലോ. അത് ശരിയാണല്ലോ. ശിവാംഗിക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടോ? ലൈക് അയ്യോ, ഞാൻ ഒരു ഹോപ്പ്ലെസ് റൊമാൻറ്റിക്കാ. എന്നുവെച്ചാ ഓപ്ലസാ? ഹോപ്പ്ലെസ് അല്ല, ഹോപ്പ്ലെസ്. ഓപ്ലസ്? അയ്യോ അല്ല. ഞാൻ ആ വേർഡ് കേട്ടിട്ടില്ല. ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്ന ഏതാണ്ട് ഞാൻ ഇവിടുന്ന് കേൾക്കുന്ന ഓപ്ലസ്. അതെന്താ? അതൊരു കെട്ട വിഷയല്ല. അല്ല, പക്ഷെ ശിവാംഗിയുടെ ഈ ലൈക് കട്ട്സും ഇതൊക്കെ കാണുമ്പം നോട്ടം ഇങ്ങനെ റീൽസിലൊക്കെ കാണുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ലുക്കും ചിരിയൊക്കെ ആണല്ലോ തരുന്നത്. അതാണ് ഞാനും പറഞ്ഞ ഹോപ്പ്ലെസ് റൊമാൻറ്റിക്. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഹോപ്പ്ലെസ് റൊമാൻറ്റിക്. ഐ എം എ വെരി റൊമാൻറ്റിക് പേഴ്സൺ. ഒരു രക്ഷയില്ലാത്ത ഹോപ്പ്ലെസ് ഇംഗ്ലീഷ് തെറ്റിപ്പോയി. അയ്യോ അല്ല അല്ല, അതാണ് അതിന്റെ പറയാൻ പറ്റിയാണോ അപ്പ? വിളിച്ചില്ല. അപ്പൊ ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണ്. സോറി, കുറച്ച് വീക്ക് ആയിരിക്കും. വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് ക്യാമറ. അതെ, ഒരു ശബ്ദം മാത്രം കേൾക്കുന്നുള്ളൂ. നമ്മുടെ മുകളിൽ ഒരാളുണ്ട്.
അപ്പം എന്തായാലും പപ്പയുടെ മമ്മിയുടെ ഒക്കെ കുറച്ച് റൊമാൻസ് കിട്ടി കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ അതിനേക്കാളും റൊമാൻറ്റിക് ആക്ച്വലി. ഞങ്ങളുടെ റൊമാൻസ് നിനക്ക് എങ്ങനെ അറിയാം? ശരിയാ, നിങ്ങളെ വെച്ചോ, പക്ഷെ നിങ്ങളുടെ റൊമാൻസ് എനിക്ക് വേണം. അത് ഏത് സ്റ്റേജിലാണ്? ഓ, എനിക്ക് ഇത്ര റൊമാൻറ്റിക് പേഴ്സൺ ആണോ ഞാനെന്ന് 19 വയസ്സ് തൊട്ട്. 19 വയസ്സ് തൊട്ട് ഒന്നും അറിയാത്ത മാതിരി എന്തൊക്കെയോ വിചാരിച്ചു. എന്തിനാ അഭിനയിക്കണേ ഉള്ള കാര്യം? നമുക്ക് അമ്മ കണ്ടിട്ടുണ്ടാവില്ലല്ലോ റൊമാൻസ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റൊമാൻറ്റിക്കാ. റൊമാൻറ്റിക് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അത് ഒന്ന് എന്താ പറയണ്ട, അത് പാർട്ട്ണർ ആയിരിക്കുന്ന വെച്ചാല് ഈവൻ വിത്ത് ഫ്രണ്ട്സ് ഞാൻ ഒരുമാതിരി എനിക്ക് അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇപ്പൊ ഒരു ഫ്രണ്ട്സ് ആയാലും ശിവാംഗിയുടെ എക്സ്പ്രഷൻ ഓഫ് ലവ് എങ്ങനെയാണ്? ഇപ്പൊ അമ്മേനെ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നത്? അങ്ങനെ ഇഷ്ടാണെന്നാ? അയ്യോ, ഇഷ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബേബി അമ്മയുടെ അടുത്ത് പാട്ട് പഠിച്ചാ അമ്മ അത് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കോ, ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്, എങ്ങനെയാണ് ശിവാംഗി എക്സ്പ്രസ് ചെയ്യുന്നത്? ഞാൻ അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. എവിടെയെങ്കിലും വെളിനാട്ടിൽ പോയാൽ ഞാൻ അവർക്ക് വാങ്ങിട്ട് വരും. ഇപ്പോഴും വെളിനാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഇത് സിയാക്ക്, ഇത് മാനസിക്ക്, ഇത് പ്രിയങ്കയ്ക്ക്, ഇത് ഇത് രക്ഷിതാക്ക്. മാനസി എന്ന് പറഞ്ഞോണ്ട് രാക്ഷസനായി പോയതാ രക്ഷിതാക്ക്. അവർക്ക് എതിർക്കെന്ന് പറഞ്ഞ് കൊറേ ഒരു പെട്ടി മുഴുവൻ അതായിരിക്കും. ഇവളുടെ അനിയനുണ്ടല്ലോ, ഞാൻ പറഞ്ഞു അനിയൻ എന്തെങ്കിലും മോൻ വിനായക് കേട്ടോ, അവന്റെ കാര്യം ദൈവമേ ഒരിടത്തും അവന് വേണ്ടി എന്തെങ്കിലും മേടിക്കൂന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് വേണ്ടി മേടിക്കും. എന്റെ ബ്രദറിന് വാങ്ങിക്കും. അവൻ വന്ന് ഇങ്ങനെ ഈ മെജീഷ്യന്റെ തൊപ്പി, ഷൂസ് ഇങ്ങനെയൊക്കെ വാങ്ങിട്ട് വരാൻ പറയും. അത് വന്ന് കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേറെ വികാരമുള്ള ഐറ്റങ്ങളാ വാങ്ങിട്ട്. വികാരമുള്ള ഐറ്റം എന്താ? വികാരം എന്താ? നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് അപ്പൊ അങ്ങനത്തെ ഐറ്റല്ല, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു മിനിറ്റ്, വികാരം എന്നാ ഇപ്പൊ ഒരു ഫുഡിനെ കണ്ട ഒരു വികാരം എന്ന് പറയുന്നത് അത് കറക്റ്റാ. ശരിയില്ല, ഇല്ല ഞാൻ ശരിയാ, ഇവരാരും ശരിയല്ല. ഇപ്പൊ ഈ ട്രാവല് പോകുന്നതിന് മുന്നേ ഇപ്പം ബിന്നി ചേച്ചിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ ചേട്ടനായിരുന്നു കൊണ്ട് നടന്നിരുന്ന ഓരോ ഷോയ്ക്കൊക്കെ, കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഹസ്ബൻഡ് ആണ്. ഇപ്പം ശിവാംഗിക്ക് ഇപ്പൊ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു എബ്രോഡ് ട്രാവലിംഗ് ജേർണി ഒക്കെ എത്രത്തോളം രസമാണ്? ഒന്നാമത് നിങ്ങൾ രണ്ടുപേരും കൂടുമ്പോ തന്നെ ഒരു രസമായിരിക്കുമല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അബ്രോഡിൽ പോയാൽ ഒരു ദിവസം കൂടെ പീസ്ഫുൾ ആവേ ഇരുന്നിട്ടേ എന്തെങ്കിലും ഒരു സൺഡേ ഇട്ടോണ്ടേയിരിക്കും ഞാൻ അമ്മവും. ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ ഒന്നും ഒരു ചണ്ട ഇട്ടില്ലല്ലോ. കീ കടൂറും കീ കട തുളച്ചു. തുളച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വൈഫൈ ഇരിക്കുന്നില്ലേ, വൈഫൈ അത് ഈ അമ്മയുടെ ഫോണിന് മാത്രം ഒന്നുമേ. ഇവക്ക് എന്തിന്റെ കേടാന്നറിയാൻ പാടില്ല. അതായത് എന്റെ ഹസ്ബൻഡ് കൃഷ്ണൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുത്തോണം നീ അപ്പൊ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 890 രൂപയുള്ളൂ. ഒരു ദിവസമല്ല, 10 ദിവസത്തിന് 1 GB 890 ഫുള്ള്. ഞാൻ കൂടെ അത് തീർക്കില്ല, അമ്മ ഫുള്ള് റീൽസ് കണ്ട് അത് തീർത്തു. ഞാന് വഴി കൂടെ നമ്മള് ഉലകം ചുറ്റാനൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പം ആ കാറിലിരിക്കുന്ന നേരമൊക്കെ കാണും. ചിലപ്പോ എനിക്ക് 1.5 ദിവസത്തിൽ അത് തീർന്നു. അതൊന്ന് റീചാർജ് ചെയ്ത് താന്ന് പറഞ്ഞാല് ഇരുന്ന് ചീത്ത വിളിക്കുവാ, ചെയ്തു തരില്ല. അവസാനം ഞാൻ കൃഷ്ണനെ വിളിച്ചു. ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞു എന്താ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കും. ഇല്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ വൈഫൈ എനിക്കെല്ലാം ഈസിയാ കണക്ട്. അമ്മാന് മാത്രമാണ് വൈഫൈ കണക്ട് ആവൂല, ബ്ലൂടൂത്ത് കണക്ട് ആവൂല, എയർ ഡ്രോപ്പ് കണക്ട് ആവൂല. എന്നിട്ട് ഇതെങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് കിട്ടുന്നേ ഇല്ലല്ലോ, ശിവങ്ങി ഒന്ന് ശരിയാക്കി താന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒച്ചെടുത്തു പറ്റൂലെന്ന്. ഓൾറെഡി ശരിയാക്കി തന്നാ, അത് നശിപ്പിച്ചിട്ട് വന്നു. ഞാൻ നേരെ താഴെ ഹോട്ടലിൽ ഇറങ്ങിപ്പോയി. ഈ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് നമുക്കൊട്ടും മനസ്സിലാവില്ല. അവര് ഈ കാർ പാർക്ക് ഇത്രേ പറയുള്ളൂ അവര്. ഐ ആം ഹിയർ ഇങ്ങനെ മനസ്സിലാവൂല. US എവിടെയൊക്കെ പോയാലും ലണ്ടനൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് ഇത് ഇവരുടെ ഇത് മനസ്സിലാവുന്നില്ല. അവിടെ ചെന്ന് അതിന്റെ കൂടെ വേറെ നാട്ടുകാർ അവിടെ നിൽക്കുന്നത് അവരുടെ ഒന്നും അവരോട് ഞാൻ 1 മണിക്കൂർ വർത്താനം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ട് വന്നു. അവസാനം നോക്കുമ്പോ അവിടെ ഭയങ്കര വോള്യത്തില്, കാരണം ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് കഥകളിയും ഭരതനാട്യവും എല്ലാ മുദ്രയൊക്കെ എടുത്ത്. ഇന്നും എന്തെന്നറിയോ, ഈ വെളിനാട്ടിൽ വന്നിട്ട് ഇവിടെ മലയാളം സംസാരിച്ച കൂടെ പറവല്ല, ആ വെള്ളക്കാരന്റെ അടുത്ത് പോയി മലയാളത്തിൽ സംസാരിക്കും. അറിയാതെ
നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ അറിയാതെ ആ, മലയാളം ഇല്ലില്ല. അതും നമ്മളെ ഇതിരിക്കാൻ നല്ല അവിടെ ഇരിക്കുന്ന ആള് കണ്ടാലേ അറിയാം ഫോറിനർന്ന്. അതെ ഇതൊന്നും എത്രയെന്ന് പറയാം. പക്ഷെ അതറിയാതെ പറഞ്ഞതാ. എല്ലാവർക്കും വരും ശിവാംഗി. എല്ലാവർക്കും അല്ലേ വേണമെന്നേ ചെയ്യുന്നത് അതല്ലേ. വേണം ആരെങ്കിലും ഏതെങ്കിലും അങ്ങനെ വെള്ളക്കാരന്റെ ചെയ്യും. മലയാളം പറയൂ. എല്ലാ നാട്ടിൽ പോയാലും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ എത്ര ദിവസത്തേക്ക് എബ്രോഡ് ട്രിപ്പ് പോകണം? എന്നിട്ട് ഈ ലണ്ടനിലെ ക്യാറ്റർ അമ്മ എവ്വളോ ആச்சுங்க അങ്ങനെയൊന്നും. ശിവാംഗി ഇപ്പം ശിവാംഗിനെ സംബന്ധിച്ചിടത്തോളം തമിഴിലും ഭയങ്കര ഫാൻസ് ആണ്, മലയാളത്തിലും ഭയങ്കര ഫാൻസ് ആണ്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിലാണ് ആ റിയാലിറ്റി ഷോ ഒക്കെ നടന്നെങ്കിലും കേരള മല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ശിവാംഗിനെ. ഒന്നാമത്തെ കാര്യം ഒരു റൂട്ട് നമ്മുടെ മലയാളി കുട്ടി എന്നുള്ള ഒരു റൂട്ട് ഉള്ളതുകൊണ്ട്. അതല്ലാതെ ശിവാംഗിനെ അറിയില്ലെങ്കിൽ കൂടി ഇന്റർവ്യൂസ് ഞങ്ങളുടെ എന്താ പറയാ മലയാള ഇൻഡസ്ട്രിയിലെ എന്താ ഇന്റർവ്യൂ രാജകുമാരൻ തന്നെ ധ്യാൻ ശ്രീനിവാസൻ. അതിന് ധ്യാൻ ചേട്ടനാണ് ഫുൾ എന്താ പറയാ ഇത്രയും എൻജോയ് ചെയ്ത് മലയാളി പ്രേക്ഷകർ മുഴുവനായിട്ട് ഒരു ഇന്റർവ്യൂ കാണുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം മല്ലികമ്മയൊക്കെ ഉണ്ട്. പിന്നീട് ഒരു യങ്സ്റ്റേഴ്സ് ഗാങ്ങിൽ ശിവാംഗിന്റെ എല്ലാ ഇന്റർവ്യൂസും മലയാളത്തിൽ ഹിറ്റാന്നുള്ള കാര്യമാണ് വേറൊരു പ്രത്യേകത. അത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇത്രയ്ക്ക് എനിക്ക് ഭാഷ അറിയില്ലാത്തോണ്ട് എല്ലാരും എന്നെ തിട്ടുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടത്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു, വളരെ നന്ദി. കഴിഞ്ഞിട്ടില്ല ഇല്ല ഞാൻ പറയാം. കാരണം ഇപ്പം ഈ ലേറ്റസ്റ്റ് തിട്ടെന്ന് വിചാരിച്ചു. എന്നാ മലയാളികൾക്ക് അവരുടെ ഭാഷ നന്നാ സംസാരിക്കണം. പാട്ടെല്ലാം പാടിയ അവരുടെ പ്രൊണൗൺസിയേഷൻ ഞാൻ എത്ര പ്രൊണൗൺസിയേഷൻ തെറ്റായിട്ട് പാടിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഒന്ന് സംസാരിക്കുന്നതേ ഈ കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെയെന്ന് പറയും ഞാൻ വിചാരിച്ചു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ട് തൊടുപുഴയിലെ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആൾക്കാരെല്ലാം എന്നെ സ്വീകരിച്ചു. ഈ സംസാരാണ് ആൾക്കാർ ഇങ്ങനെ വീഴ്ത്തുന്നത്. നിറയെ പേര് ധ്യാൻ ശ്രീനിവാസന്റെ പെങ്ങളും. അതെ അതാ ഞാൻ പറഞ്ഞത്. ധ്യാൻ ചേട്ടന്റെ ഒരു എതിരാളിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ശിവാംഗി. മര്യാദയോടെ ഇങ്ങനെയാ പറയുന്നത്. ധ്യാൻ ചേട്ടൻ അവർ പുള്ളി അദ്ദേഹം അദ്ദേഹം ഒന്ന് സൂപ്പറാ. ധ്യാൻ ചേട്ടന്റെ ചേട്ടൻ പറഞ്ഞാൽ മതി. ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ, ബേസിൽ ജോസഫ് ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ ഇപ്പൊ എല്ലാരെയും ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ടെല്ലാം മലയാളം വിഷയം അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ എല്ലാരെയും എനിക്കറിയാം. മമിത ബൈജു, നസ്ലിൻ, അനസ്വര, ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രന്, പ്രണവ് മോഹൻലാല്, കല്യാണി പ്രിയദർശന്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ സാർ, മമ്മൂട്ടി സാറ്, ജയസൂര്യ, എന്ത് ആസിഫ് അലി, അത് കഴിഞ്ഞിട്ട് ദിലീപ് സാറ്, എന്നിട്ട് ഉണ്ണി മുക്കുന്ദൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം ഡയറക്ടർ, സുഷിൻ ശ്യാം മ്യൂസിക് ഡയറക്ടർ, വിഷ്ണു വിജയ് മ്യൂസിക് ഡയറക്ടർ, ദീപദേവ് മ്യൂസിക് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് വെയിറ്റ് എം ജെ ചന്ദ്രൻ സാറ്, എനിക്കറിയാം ഞങ്ങൾ സമ്മതിച്ചു. പറയട്ടെ. മാത്യു തോമസ്, കുമ്പളിക്ക് ലൈറ്റ്സിൽ ഇപ്പൊ ഗോൾഡൻ സ്റ്റാർ. ഇത് പ്രേമലൂല് കണ്ണാടിയിട്ട് കൂടെ അതെ പെട്ടെന്ന് ഗോൾഡൻ സ്റ്റാർ കിടക്കുന്നുണ്ട്. പ്രേമലൂല് അഭിനയിച്ചവരുടെ പേരെന്താ? മമിത ബൈജു, നസ്ലിൻ, സംഗീത് പ്രതാപ്. എന്നിട്ട് എന്റെ ഫ്രണ്ട് ശ്യാം ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വന്ന് ഗിരീഷ് ഏടി. ഗിരീഷേടിയുടെ ഫസ്റ്റ് പടം എന്തായാലും കുട്ടി അത് 3 പേര് നടിക്കൂലേ, 3 പേര്. അയ്യോ അനശ്വര രാജൻ, മമിത ബൈജു, എന്നിട്ട് വേറെ ഒരാള് 3 പേര് അഭിനയിക്കൂലേ. സൂപ്പർ ശരണ്യ. അതിൽ കൂടെ കൾച്ചറൽസിലെ ഡാൻസ് എല്ലാം കളിക്കൂലേ. അതല്ലേ അല്ല എഡിറ്റ് വേറെ. അയ്യോ എന്തായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങളുണ്ടോ? തണ്ണീർമത്തൻ ദിനങ്ങൾ. അയ്യോ മെയിൻ മാറ്റർ നിവിൻ പാളി. അത് വന്ന് തട്ടത്തിൻ മറയത്തെ. അത് കഴിഞ്ഞിട്ട് തട്ടത്തിൻ മറയത്തെ ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖർ സൽമാന്റെ കൂടെ ബൈക്കിൽ കയറി പോയി. ബൈക്കിൽ കയറി കുക്കുത് കോമാളിലെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ദുൽഖർ സൽമാൻ, നിവിൻ പോളി തട്ടത്തിൻ മറയത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് ബാംഗ്ലൂർ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട്
വരാം വെയിറ്റ് ചെയ്യേ ആ, അത് കഴിഞ്ഞിട്ട് ഒരു ചെന്നൈ വരും വന്നിട്ട് വിനീത് ശ്രീനിവാസൻ സാറിന്റെ ഡയറക്ഷനിൽ ഒരു പടം ഒരു വടക്കൻ സെൽഫി. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് പിസ്ത നേരം എന്നിട്ട് പഴയ പടം തന്നെ നിക്ക് പഴയ പടം ഒരു മിനിറ്റ് ശിവാംഗി പടം ഞാൻ കണ്ടിട്ടില്ല. ശിവാംഗി ഇത് ജയറാം സാർ വന്ന് ഒരു വീട്ടിന്റെ ഡ്രൈവർ ആയിരിക്കും ഒരു കുട്ടീനെ ബേബി ഷാമിലിനെ അഭിനയിച്ച് കുട്ടീനെ ഒന്ന് കുട്ടി തുടങ്ങി പോവും. ഗേറ്റ് പൂട്ടണേ എന്താ വാതില് തുറക്കുവോ ചോദിക്കുന്ന സിനിമയല്ലേ? രേഖ മാം കൂടെ അഭിനയിച്ചിരിക്കും. ഒരു മാവുട്ടി മാളൂട്ടി കഴിഞ്ഞിട്ട് വന്നത്. ഞാൻ ഒരു റീൽ വന്നു. അങ്കിൾ ഈ ഗേറ്റ് ഒന്ന് നമുക്ക് പാർക്കാം മുന്തിരി തോപ്പുകൾ അതല്ലേ? അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഡ്രൈവർ അങ്കിൾ. മനസ്സിലായി ആ പടം. ഓ കുട്ടി എല്ലാം കണ്ടിരിക്കുന്നു. ശിവാംഗി എന്നിട്ട് ചാന്ത തൊട്ടില്ലേ അത് ആ പാട്. എന്നിട്ട് ഇത് പൃഥ്വിരാജ് സാറ് ഒരു ബോട്ടിൽ കൂടെ പോയി പ്രേമിക്കൂലേ? ബോട്ടിൽ പോയി പാർവതി കാഞ്ചനമാല അല്ല 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 അനാർക്കിലി അല്ല 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 ഒരു മുസ്ലിം എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ അല്ല ശിവാംഗി അങ്ങനെ ഇത് കണ്ടു കുറുപ്പ്. അതെ നീ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ബികോം ഫസ്റ്റ് റാങ്ക് മേടിച്ച നീ ഇത്രയും ഇത് അതിൽ എത്രയോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക ബ്രാക്കറ്റില്. നീ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് വേറെ ഒരു പടം ഞാൻ കണ്ടു. കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒരു പടം ഉള്ളൊഴുക്ക്. അങ്ങനെ ഒരു പടം ഉണ്ടോ? ഞാൻ കണ്ടു. എപ്പോ മനസ്സിൽ ശോകമായിരിക്കുമ്പോ ഞാൻ ആ പടം കണ്ടു. ശോകമായിരിക്കുമ്പോ വേറെ ആ പടം കണ്ട. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദിക്കുക വരെ ചെയ്തു. എല്ലാം ഞാൻ ചെയ്തു. സത്യമായിട്ട് എനിക്ക് ഒരുമാതിരി പേടിയായിപ്പോയി. അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്താവും. ആ പടം കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഞാന് സത്യം പറയാം, ഒരു പടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒന്ന് എന്റെ ഒരു ടൈറ്റ് ഇതാ നമ്മള് ഞാനും ഹസ്ബൻഡും നമ്മള് ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ അക്കാഡമി പോലെ. അപ്പൊ ഓരോരോ കൺട്രിയിൽ അതിന്റെ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ്സും കാര്യം ഉണ്ടാവും. അതില്ലെങ്കിൽ ഷൂട്ടിംഗ് കാണും, അതില്ലെങ്കിൽ ട്രാവൽ കാണും, അതില്ലെങ്കിൽ കച്ചേരി കാണും. ഇങ്ങനെ പോയിക്കൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോലെ ഇന്റർവ്യൂസ് ഉണ്ട്. എന്നിട്ട് വിനീത് ശ്രീനിവാസൻ കുട്ടി എന്റെ ഫേവറേറ്റ് മൂവി ഓം ശാന്തി ഓശാന. ആ പടം കണ്ടാണ് ഞാൻ പ്രേമിക്കാനെ ഒരു ഹോപ്പ് വന്ന്. ചെറിയ കുട്ടി വലിയ ആള് സ്വന്തം അമ്മ ഇരുത്തി പറഞ്ഞ പ്രേമിക്കാന് അതോ അതിലിരിക്കുന്നത് നസ്രിയ നിവിൻ പോളി അതോ ആ റോളർ കോസ്റ്റർ വഴിയായി ഇങ്ങനെ നിവിൻ പോളിയുടെ എൻട്രി വന്ന് ആഹാ അങ്ങനെ ഒരാൾ എന്നെ ചെയ്യോന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പ്രേമം കണ്ടു. പ്രേമം കാണാതെ ഒരു ആ മനുഷ്യനുണ്ടാവും പ്രേമം. എന്നിട്ട് തമിഴ്നാട്ടിലെ ഹിറ്റായ തമിഴ്നാട്ടില് ഞാൻ ഇപ്പൊ സ്കൂൾ പഠിച്ചോണ്ടിരുന്നു. എല്ലാരും ഫെയർവെൽ ബ്ലാക്ക് ഷർട്ട് വേഷ്ടി. അത്ര നാൾ വേഷ്ടി ഇടാത്ത ആൾക്കാര് വേഷ്ടി വെച്ച് ഒരുപാട് പേര് തമിഴ് മറ്റൊന്നും തമിഴ് ആൾക്കാർ മലയാളം കാണാറില്ല. മലയാളീസ് തമിഴ് പടം കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് പേര് തമിഴ് ആൾക്കാര് മലയാളം. അന്ന് മലയാളത്തിൽ ഒരു ആക്ട് ചെയ്തൂടെ? ആക്ട് എന്നെ ആരെങ്കിലും വിളിക്കൂ. സംസാരിക്കുന്നത് ഇങ്ങനെയാ, പക്ഷെ എന്നെ പഠിപ്പിച്ചു തന്നാ ഞാൻ അഭിനയിക്കും. ആരുടെ അടുത്തില പേരാണെന്ന് ആഗ്രഹം? എന്തൊരു കളച്ചിരിയൊക്കെ ഉണ്ട്. എന്റെ ഏജ് കാറ്റഗറിയിൽ നസ്ലിനെ ഞാനിപ്പോ ഇന്റർവ്യൂ എടുത്തേ ഉള്ളൂ. എനിക്ക് നസ്ലിൻ ആലപ്പുഴ ജിംകാരുടെ നല്ല കൊടുങ്ങല്ലൂർ ഭാഷയും തമിഴ് കലർന്ന മലയാളവും സൂപ്പർ ആയിരിക്കും പടമേ. അയ്യോ അല്ല ഉണ്ണിമുഖന്തൻ ഇങ്ങനെ എന്താ കെട്ടിയിട്ടില്ലല്ലോ, അൺമാരീഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ നാടൻ പെൺകുട്ടീനെയൊക്കെ നോക്കി ഇപ്പൊ കൂടെ ഒരു പ്രഗ്നന്റ് കഥ നിഖില വിമൽ അവരുടെ കൂടെ പടം വന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ഒരു പാട്ട് വന്നില്ലേ ബേബി ബേബി ബേബി. അത് ഭയങ്കര ഇത് മലയാളം പടം ബ്രൊമാൻസ്. ഓ മൈ ഗോഡ്. നിനക്ക് എങ്ങനെ ഇപ്പൊ മലയാളം
ഇത്ര ഒരു ഇത്ര സ്നേഹം വന്ന്. ഇന്റർവ്യൂ ചെയ്ത് അല്ലേ നീ മലയാളം തെലുങ്ക് എല്ലാം അറിയാം. എല്ലാം അറിയാം. ഞാൻ എന്റെ ടോപ്പിക്കിൽ നിന്ന് അങ്ങ് തെലുങ്കിലേക്ക് അങ്ങ് പോയി. ഞാൻ ചോദിച്ചത് കംപ്ലീറ്റ്. ഈ ഉണ്ണിമുകുന്ദൻ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ണിമുകുന്ദനോടൊപ്പം ആക്ട് ചെയ്യണമെന്നൊക്കെ, ഉണ്ണിമുകുന്ദന്റെ നാടൻ പെൺകുട്ടി, അധികം ഇങ്ങനെ ഒരുങ്ങാത്ത, നീണ്ട മൂക്ക്, അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ നാടൻ പെൺകുട്ടിയല്ലല്ലോ, അല്ല നിന്നെ കേട്ടോ ഞാൻ ചെന്നൈയിലിരിക്കുന്ന പെൺകുട്ടിയാ. കേക്കടി മുഴുവൻ അങ്ങനെ അപ്പൊ മനസ്സിൽ എന്തോ ഉണ്ട്. ഇല്ല, 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 ഇല്ല. എനിക്ക് ആരുടെ മുകളിൽ അതില്ല. ഹോപ്പ്ലെസ് എന്താ ഹോപ്പ്ലെസ് റൊമാൻസ്. അതിന് ഇങ്ങനല്ലല്ല. എന്താന്ന് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാൻസ് ഈ ഉണ്ണിമുകുന്ദനുണ്ട്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ കിട്ടുന്നുമില്ല. കേട്ട ഈ ക്വാളിറ്റീസ് ഒക്കെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോ ശിവാംഗി. ഒരു മിനിറ്റ്, നീണ്ട മുക്കുന്നു ഉണ്ണിയോ മുക്കുന്ന പറഞ്ഞെന്താ? പറഞ്ഞു. അതറിഞ്ഞില്ല കുട്ടി, അറിഞ്ഞില്ലേ ഞാൻ. നീണ്ട മൂക്ക്. എത്ര വയസ്സുണ്ട് സാറിന്? സാറിന് എത്ര വയസ്സുണ്ട്? സാരി ഈ എങ്ങനെ ഈ മലയാളം ചേട്ടൻ ചേട്ടനാ? എല്ലാരും അവിടെ ചേട്ടനാ വിളിക്കണേ. ഓ, അവിടെ ചേട്ടൻ വിളിക്കാം. അണ്ണാന്ന് വിളിക്കുന്നതല്ല, അവിടെ ചേട്ടൻ. ഉണ്ണി അണ്ണ. ഇവിടെ അണ്ണാന്നോ അണ്ണ, അവിടെ ചേട്ടെന്നോ ഭർത്താവിനെ കൂടെ ചേട്ടെന്ന് വിളിക്കും. അങ്ങനെ അത് കുഴപ്പമില്ല. ഞാനൊരു ഇതിലെടുത്തിരിക്കാം. ഞാൻ ഇനി ആരും ചേട്ടയോ ചേച്ചിന്നോ വിളിക്കാൻ പോകും. ഉണ്ണി സാറ്, ഉണ്ണി സാർ, ഉണ്ണി തമ്പിന്ന് വിളിക്കാനോ നമുക്ക്? ഇല്ലെങ്കിൽ ഉണ്ണി അദ്ദേഹം. ഉണ്ണി അദ്ദേഹം അങ്ങോട്ട് കാണണതേ. അപ്പൊ ഉണ്ണി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് അല്ലേ? ഇത്ര ഏജ് ഗ്യാപ്പ് നല്ലതല്ലേ? അപ്പൊ ഒരു ബേബീനെ പോലെ കൊണ്ടുപോയി പീഡിയാട്രിക്കിനല്ലേ ഇഷ്ടമല്ലാത്തുള്ളൂ. മെച്ചൂർ ആകുമ്പത്തേനും നമ്മൾ കുറച്ച് ഇമ്മെച്ചൂർ ആയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കെല്ലാം വയസ്സായി പോയില്ലേ? ഇത് കേക്കണ ഉണ്ണി പോകുന്നോ? ഇല്ല എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. എന്റെ മോളാന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളു. ആ കാലത്തിലല്ലേ എന്തിനാ ഇത്ര ഏജ് ഗ്യാപ്പ് ഉള്ള ആൾക്കാർ? പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിന്റെ അമ്മയെ കണ്ട 50 വയസ്സ് തോന്നുന്നു. അപ്പൊ നമ്മ ഏജ് ഉണ്ടെങ്കിലും അത് നമ്മളങ്ങനെ മറച്ചൊക്കെ. അതെ, കാണാൻ എന്ത് ഭംഗിയാ നോക്ക. ഉണ്ണി മുകുന്ദൻ അവർകളെ ഉണ്ണി മുകുന്ദൻ അവർകളെ എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? സയ്യാവേ പഞ്ചാബി ഹൗസാ? പഞ്ചാബി ഹൗസിൽ പാട്ടാറിന്റെ ലാലേട്ടന്റെ പാട്ട് ഇപ്പൊ പാടി. പഞ്ചാബി ഹൗസ് പറഞ്ഞിട്ട് ലാലേട്ടന്റെ പാട്ടും. ഓക്കെ, അത് പഞ്ചാബി ഹൗസാ? ഓ ശരി. മല്ലു സിംഗിലെ പാട്ട് അറിയില്ല. മല്ലു സിംഗ്, സമൃദ്ധ സുനിൽ അഭിനയിച്ചില്ലേ? ഞങ്ങള് 10 വർഷം മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂരില് സിനിമയില് കണ്ടു. തിയേറ്ററിൽ കണ്ടു. അപ്പൊ തൊട്ട് എനിക്ക് ഇഷ്ടം. അപ്പൊ തൊട്ട് ഇഷ്ടം. 10 വർഷം മുന്നേ ഒരു ഇഷ്ടം കുട്ടിക്ക് മനസ്സിലുണ്ട്. എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി? അതാ ഞാനിപ്പോ ഈ ഇന്റർവ്യൂക്ക് എന്നെ കാരണം പലതും ഞാനിങ്ങ് ഇടക്കിടക്ക് വരാം. ഓരോ വർഷം കൂടുമ്പോ ഞാൻ വരാം. മനസ്സിലുള്ളതെല്ലാം അങ്ങ് ചോർത്തിട്ട് ഞാനങ്ങ് തന്നിട്ട് അങ്ങ് ഇത് കഴിഞ്ഞിട്ട് ഒരാള് വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് ഇല്ല. നമ്മളെല്ലാരും കെന്നയും നമ്മുടെ ഒരേ വൈബുള്ള ആളാണെന്ന് മനസ്സിലായി. നമ്മുടെ മനസ്സിലൊന്നുമില്ല. അതെ, സത്യം. എന്റെ മനസ്സിലേ ഉള്ളൂ. അതുകൊണ്ട് പല അബദ്ധങ്ങളും എനിക്കും പറ്റാറുണ്ട്. എനിക്ക് അബദ്ധമോ അതെ, നമ്മളിങ്ങനെ മനസ്സിൽ വിചാരം അർത്ഥം വേറെ ആയിരിക്കും. പക്ഷെ ഞാൻ അപ്പൊ വരുന്നത് അങ്ങ് അപ്പൊ പറയും. ഈ അച്ഛന്റെ അമ്മയുടെ ഏത് ക്വാളിറ്റിയാ ശിവാംഗിക്ക് കിട്ടിയേക്കുന്നത് ഏറ്റവും അധികം? അപ്പാടെ ആ റിസർവ്ഡ് സൈലന്റ് അത് എനിക്കും കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ ഈ ചറപറയും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ കളിച്ചപ്പോ അല്ലെ ഒരു അടിപൊളി ശിവാംഗി ആയിട്ട് ഇപ്പൊ രണ്ടും സൈലന്റ് ആവുമായിരിക്കും, സംസാരിച്ചോണ്ടേയിരിക്കും. ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് ഞാൻ കുറെ നേരം സംസാരിക്കില്ല. അതുകൊണ്ട് സൈലന്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും.